ഹായ്, ഇന്ന് നമുക്ക് നമ്മുടെ ബ്ലൈൻഡ് ബാഗ് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയാലോ. അപ്പൊ ബാ, ഒരു A4 എടുക്കുന്നു, അത് നടുമടക്കുന്നു. ഫ്രണ്ട് പോർഷനിൽ വലുതാക്കി തന്നെ ഹാരി പോട്ടറിന് എഴുതിയിട്ടുണ്ട്. അതിന്റെ നേരടിയിൽ ബ്ലൈൻഡ് ബാഗ് ഒന്നും. ഇത് ഞാൻ ട്രേസ് ചെയ്തതാണ്. AR ഡ്രോയിങ് പറഞ്ഞ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ട്രേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കണേൽ ഒരു അർത്ഥമല്ലല്ലോ. അപ്പോൾ ഈ ഒരു പിക്ചറും കൂടി ട്രേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് കളർ ചെയ്തിട്ട് വരാം. ഇനി ബാക്ക് പോർഷൻ, അവിടെ കോമൺ, റയർ, എപ്പിക്, ലെജൻഡറി അങ്ങനെ 3 ഡോട്ട് ഇട്ടിട്ട് അവിടെ ഏതാനും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹിന്റാണ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്നേക്കാരം നമുക്ക് ഈ ബോക്സിൽ ഉണ്ടാവാം. ഇനി വെറുതെ രസത്തിന് ഒരു ബാർകോഡും കൂടി. ഇനി ഇത് ഫുൾ ഒന്ന് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇത് കാണുന്നത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് ഒന്നല്ല. സെല്ലോ ടാപ്പ് ഒന്ന് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ കീറി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ബാക്കിയൊക്കെ ക്ലോസ് ചെയ്യാം. അങ്ങനെ മെയിൻ പാക്കറ്റിന്റെ പണി കഴിഞ്ഞു. ഇനി ഇതിൽ വെക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. ഫസ്റ്റ് നമ്മളൊരു സ്പീച്ചാണ് ഉണ്ടാക്കുന്നത്. ഹാരി പോട്ടറിന്റെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് 2 തരത്തിലുണ്ടാകും. ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ക്യാരക്ടറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്, പിന്നെ ക്യാരക്ടറിന്റെ അതേ ഷേപ്പിലുള്ളതും. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒരു പേപ്പറിൽ വീണ്ടും നല്ലൊരു ഹാരി പോട്ടറിനെ ട്രേസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതൊന്ന് കളർ ചെയ്തിട്ടും കൂടി എടുക്കുക. ഇനി ഇതിൽ മൊത്തത്തിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ പാക്കറ്റ് ചെയ്തില്ലേ, അതേപോലെ ഒരു സൈഡ് ഓപ്പൺ ആക്കാം. ഇനി ഇതിൽ നമുക്ക് ഫില്ലിങ് ചേർക്കണം. അതിന് നമുക്ക് പഞ്ഞിയാണ് വേണ്ടത്. പഞ്ഞിന് വേണേക്കാളും നല്ലത് സ്പോഞ്ച് ആവും. അതിനാണ് കുറച്ചും കൂടി ആ ഒരു സ്ക്വീഷി എഫക്ട് ഉണ്ടാവുള്ളൂ. മറ്റേത് അങ്ങനെ ചമ്മി പോവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ സ്ക്വീഷ് ചെയ്യുന്ന സമയത്ത്. ഇത് ഞാൻ എന്റെ തലക്കിന്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. എന്റെ മാതാശ്രീ ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂലുംപട്ട തല മാറും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും റീഫിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കടുകയൊന്നും ചെയ്യണ്ട. സ്പോഞ്ച് ഇല്ലെങ്കിൽ നമ്മുടെ അമ്പൈസ കവറില്ലേ പ്ലാസ്റ്റിക്കിന്റെ, അത് കുത്തി നിറച്ചാലും മതി. കുറച്ചൊന്നും പോരെ, നല്ലോണം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കുത്തി നിറച്ചെടുക്കണം. ഇനി അതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി അങ്ങോട്ട് മാറ്റി വെക്കുക. അടുത്ത പാക്കറ്റിൽ നമ്മളൊരു പിൻ ബാഡ്ജാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ബോട്ടിൽസിന്റെ ക്യാപ്പിന്റെ ഉള്ളിലൊക്കെ ഒരു കട്ടിയിലൊരു സാധനം ഉണ്ടാവില്ലേ, അതാണ്. അതില്ലാത്തൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ എടുത്താലും മതി. ഇതിലും നമ്മൾ ഹാരി പോട്ടറിനെ വരക്കണം. എന്താ ഈ ഒരു ചിത്രം. ഇനി നമുക്ക് ഹാരി പോട്ടറിനെ ഒന്ന് കളർ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ട് വരാം. ഇനി ഇത് രണ്ടും കൂടി ഒട്ടിക്കുക, ഒരു പിന്നും കൂടി അറ്റാച്ച് ചെയ്യുക. അപ്പോ ഏറെക്കുറെ ബ്ലൈൻഡ് ബാഗിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് അല്ലറ ചില്ലറ പണികളും കൂടി ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആ സ്പീഷിയും പിൻ ബാഡ്ജും വേറെ വേറെ സ്മോൾ പാക്കറ്റ്സിൽ നമ്മൾ പാക്ക് ചെയ്യണം. എന്നിട്ട് രണ്ടിനും മേലെ അറഞ്ചും പൊറഞ്ചും ക്വസ്റ്റ്യൻ മാർക്ക് കൂടുക. കാരണം അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പിന്നെ ഒരു ഭംഗിക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടിനും. ഇനി ഇതേപോലെ ഒരു പേപ്പറിൽ യു ഗോട്ട് ലെജൻഡറി എന്ന് എഴുതുക. അതായത് നമ്മൾ നേരത്തെ പാക്കറ്റിന്റെ ബാക്കിൽ എഴുതില്ലേ, അത് നമുക്ക് ക്യാരക്ടറിനനുസരിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും. ഇനി നമ്മുടെ മെയിൻ പാക്കറ്റിലേക്ക് ഇതൊക്കെ ഒന്ന് വെക്കുക. സെല്ലോ ടാപ്പ് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ബ്ലൈൻഡ് ബാഗിന്റെ പണി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ